വെൽക്കം ബാക്ക് ഇൻവെസ്റ്റേഴ്സ്. 6 മാസത്തിനുള്ളിൽ 10,000 രൂപ 7 ലക്ഷം രൂപയായി മാറ്റിയ ചില സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ച് നമുക്കിന്ന് നോക്കാം. ഈ ഓഹരികൾ എങ്ങനെ അനർഹത സൃഷ്ടിക്കുന്നുവെന്ന് നമുക്ക് നേരിട്ട് കാണാം. BSE സെൻസെക്സ് കഴിഞ്ഞ വർഷം ഏകദേശം 9% നേട്ടം കൈവരിച്ചപ്പോൾ BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ യഥാക്രമം 25%, 22% വർദ്ധിച്ചു. എന്നാൽ യഥാർത്ഥ മാജിക് നടന്നത് സ്മോൾ ക്യാപ് വിഭാഗത്തിലാണ്. ലീഡിംഗ് ദ ചാർട്ട്സ്, ശ്രീ അധികാരി ബ്രദേഴ്സ് ടെലിവിഷൻ നെറ്റ്വർക്ക് എന്ന സ്റ്റോക്ക് 2023 ഡിസംബർ 29-ന് 3 രൂപ 23 പൈസയിൽ നിന്ന് 2024 ജൂൺ 28 ആകുമ്പോഴേക്കും 245 രൂപ 55 പൈസയായി ഉയർന്ന് അവിശ്വസനീയമായ 7,502% വർധനവ് രേഖപ്പെടുത്തി. 10,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ 7.5 ലക്ഷം രൂപയായി വളരുന്ന മാജിക്. നോട്ട് ഫാർ ബിഹൈൻഡ്, റോയൽ ഇന്ത്യ കോർപ്പറേഷൻ വെറും 6 മാസത്തിനുള്ളിൽ 3 രൂപ 98 പൈസയിൽ നിന്ന് 36 രൂപ 38 പൈസയായി വളർന്ന് 814% വർധനവ് രേഖപ്പെടുത്തി. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. ട്രേഡ്, മാർസൻസ്, ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്തി ലൈഫ് ആഗ്രിടെക്, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ 700% വർധനവ് രേഖപ്പെടുത്തി ഈ സ്മോൾ ക്യാപ് റാലിയിൽ ചേർന്നു. മോജോ PMSലെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ സുനിൽ ദമാരിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ ഒരു ബബിൾ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ വിപണി ഉയർന്ന മൂല്യനിർണ്ണയത്തിലാണ്. അതിനാൽ ശ്രദ്ധാപൂർവമായ സ്റ്റോക്ക് തിരഞ്ഞെടുക്കൽ പ്രധാനമാണെന്ന് അദ്ദേഹം പറയുന്നത്. ഓരോ സ്റ്റോക്കിന്റെയും അടിസ്ഥാന വിവരങ്ങൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തുകയും അതിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് വേണം നിക്ഷേപം നടത്താനെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. നമ്മുടെ നിക്ഷേപത്തിൽ 80% ലാർജ് ക്യാപ്പിൽ നിക്ഷേപിക്കാനും 20% മാത്രം മൊമെന്റം സ്റ്റോക്കുകളായിട്ടുള്ള സ്മോൾ ക്യാപ്പിൽ നിക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ ഉപദേശം. ദമാരിയുടെ വിദഗ്ധോപദേശം വളരെ ഉപയോഗപ്രദമാണ്. ആദ്യ പകുതിയിൽ മൊമെന്റം സ്റ്റോക്കുകൾ മികച്ച പഠനം കാഴ്ചവെച്ചപ്പോൾ രണ്ടാം പകുതിയിൽ ഗുണനിലവാരമുള്ള ഓഹരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് അപകട സാധ്യത കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ സ്മോൾ ക്യാപ് റാലിയിൽ തിളങ്ങിയത് ശ്രീ അധികാരി ബ്രദേഴ്സ് ടെലിവിഷൻ നെറ്റ്വർക്കോ റോയൽ ഇന്ത്യ കോർപ്പറേഷൻ പോലുള്ള സ്റ്റോക്കുകൾ മാത്രമല്ല, മറ്റ് നിരവധി സ്റ്റോക്കുകളും അവിശ്വസനീയമായ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറായ ലൈഫ് സ്പേസസ് 602%, സ്പ്രൈറ്റ് ആഗ്രോ 525%, ബൊണ്ടാഡ എഞ്ചിനീയറിംഗും എയർ സ്പേസ് ഇൻഡസ്ട്രീസും 500% മുകളിലും വളർച്ച രേഖപ്പെടുത്തി. ചരിത്രപരമായി ഇന്ത്യൻ ഓഹരി വിപണി രണ്ടാം പകുതിയിൽ മികച്ച ഭരണം കാഴ്ചവെക്കാറുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ ആദ്യ പകുതിയിലെ 5% വരുമാനത്തെ അപേക്ഷിച്ച് ശരാശരി 9% വരുമാനം രണ്ടാം പകുതിയിൽ നൽകുന്നു. എന്നിരുന്നാലും തിരഞ്ഞെടുപ്പ് വർഷങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതിനാൽ തിരഞ്ഞെടുപ്പ് വർഷങ്ങൾ വ്യത്യസ്തമായിരിക്കാനാണ് സാധ്യത. 2014-ലും 2019-ലും പോലുള്ള തിരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ ഓഹരി വിപണി ആദ്യ പകുതി ശക്തമായ വളർച്ച കാഴ്ചവെച്ചിട്ടുണ്ട്. നിലവിലെ ഉയർന്ന മൂല്യനിർണ്ണയ കണക്കിലെടുക്കുമ്പോൾ 2024-ലെ രണ്ടാം പകുതി വിപണി കൂടുതൽ വോളറ്റൈലും മിതമായ നേട്ടവും കാണിക്കാനാണ് സാധ്യതയേറെ. ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിന്റെ റിസർച്ച് മേധാവി വിനോദ് നായർ നിലവിലെ ഓഹരി വിപണി സാഹചര്യത്തെക്കുറിച്ച് ഭാവിയിലേക്കുള്ള വീക്ഷണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച പങ്കുവയ്ക്കുന്നത് ഇത്തരത്തിലാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ 12%-നും 15%-നും ഇടയിലുള്ള വളർച്ച തുടരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. Q1 GDP വളർച്ച ശക്തമായ സാമ്പത്തിക ഡാറ്റയെ 7.3% നിൽക്കുന്നു. യൂണിയൻ ബഡ്ജറ്റ് വിപണിയെ നയിക്കാൻ സജ്ജമാണ്. ഉയർന്ന പ്രതീക്ഷകളോടെയാണ് ഓഹരി വിപണി ബജറ്റിനെ നോക്കിക്കാണുന്നത്. വളർച്ച സംരംഭങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില നടപടികൾ ബജറ്റ് കാലയളവ് കഴിഞ്ഞതിനാൽ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മിഡിൽ ക്ലാസിന് നേരിട്ടുള്ള നികുതി ആനുകൂല്യങ്ങളും ധനക്കമ്പി ലക്ഷ്യത്തിൽ നേരിയ ഉറപ്പ്, ജനകീയ നടപടികൾ ഉൾപ്പെടെ വളർച്ചയെ സന്തുലിതമാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധനായ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. 2024-ന്റെ ആദ്യ പകുതി ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു ഓഹരി വിപണിക്ക്, പ്രത്യേകിച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾക്ക്. രണ്ടാം പകുതിക്ക് തയ്യാറെടുക്കുമ്പോൾ ഗുണനിലവാരമുള്ള ഓഹരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മാർക്കറ്റ് ട്രെൻഡുകൾ മനസ്സിലാക്കി നിക്ഷേപം നടത്തുകയും ചെയ്യുന്നതായിരിക്കും നിക്ഷേപങ്ങൾ വളരാൻ കൂടുതൽ ഉതകുന്നത്. Don't forget to like, subscribe and hit the bell icon for the latest updates on stock market trends and investment tips. Thanks for watching.